PSC ഡയറിയിലേക്ക് സ്വാഗതം. LP UPക്കാർക്ക് കൂടി പ്രയോജനം ചെയ്യുന്ന ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന്റെ അമൃതവർഷങ്ങളുമായി ബന്ധപ്പെട്ട് PSC ഇറക്കിയ പുസ്തകത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ഇത് കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, നമ്മുടെ LP UPക്കാർക്ക് കൂടി പ്രയോജനം ചെയ്യുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കതിൻ്റെ ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പ്ലേലിസ്റ്റ് സന്ദർശിച്ചാൽ ഈ പ്രസ്താവന ടൈപ്പ് ചോദ്യങ്ങളുടെ പരിശീലനങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ കറണ്ട് അഫയേഴ്സ് എല്ലാ സബ്ജക്റ്റുകളുടെയും ക്ലാസ് പ്ലേലിസ്റ്റിലുണ്ട്, അതുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ പോയിന്റിലേക്ക് പോകാം. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒത്തിരി പോയിന്റുകളുണ്ട്, അതുകൊണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക, പ്രയോജനപ്പെടുത്തുക. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് അത് പട്ടാഭി സീതാരാമയ്യയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ പട്ടാഭി സീതാരാമയ്യ. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ചത് AO ഹ്യൂമാണ്. കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യമായി പ്രസംഗിച്ചത്, അതായത് ആദ്യത്തെ സമ്മേളനത്തിൽ തന്നെ ആദ്യമായിട്ട് പ്രസംഗിച്ചത് AO ഹ്യൂമാണ്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്? ഇത് 1931 കറാച്ചി സെഷനിലാണ്, കറാച്ചി സമ്മേളനത്തിൽ. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കിയത്? 1931 കറാച്ചി സമ്മേളനത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏത് വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്? ഇത് 1984 നടന്ന ഇലക്ഷനിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അഥവാ INC ഏതു വർഷം നടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത്? 1984. നിങ്ങൾ ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പറയുന്നത് ഒരു ഇൻഫർമേഷൻ എന്ന നിലയ്ക്ക്, നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടല്ലോ, കോൺഗ്രസ് പാർട്ടി, അപ്പോൾ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ എന്ന നിലയ്ക്ക് നിങ്ങൾ ജസ്റ്റ് കേട്ട് ഒരു സിമ്പിളായിട്ട് പഠിക്കാനെന്നുള്ള അതല്ലാതെ ഒരു സിമ്പിൾ മൈൻഡോടുകൂടി നിന്ന് കേൾക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് കേൾക്കുക, കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അന്തിമമായ ലക്ഷ്യം, അത് ഇമ്പോർട്ടൻ്റ് ആണ്, ആ വാക്ക് തന്നെ. അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വരാജാണ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനത്തിന് വേദിയായ നഗരം എന്ന് പറയുന്നത് ലാഹോറാണ്. ഇത് നമ്മൾ പഠിക്കുന്നത് തന്നെ 1929 ലാഹോർ സമ്മേളനം എന്ന് പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത്. 1929 ലാഹോർ സമ്മേളനം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില സമ്മേളനങ്ങളൊക്കെ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് 1929 സമ്മേളനം. അതേപോലെ 1907 സൂററ്റ് സ്പ്ലിറ്റ്, 1916 സമ്മേളനങ്ങൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാതെ എല്ലാ സമ്മേളനങ്ങളും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ ഞാനീ പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തത്, ഗാന്ധിജിയും നെഹ്റുവും കണ്ടുമുട്ടിയത്, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഈ പൂർണ്ണ സ്വരാജിൻ്റെ സമ്മേളനങ്ങൾ. അപ്പോൾ അടുത്ത ഒരു ഇത് നോക്കാം. നിങ്ങൾ 1929 ലാഹോർ സമ്മേളനം കൃത്യമായിട്ടും ഞാൻ ഈ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് ഇന്ന് തന്നെ നോക്കി വെക്കണം. 1937 എത്ര കോൺഗ്രസ് മന്ത്രിസഭകളാണ് രൂപം കൊണ്ടത്? 8. ഇതൊരു റെയർ പോയിന്റ് ആണ്, എല്ലാ ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. 1937 എത്ര കോൺഗ്രസ് മന്ത്രിസഭകളാണ് രൂപം കൊണ്ടത്? അത് 8 എണ്ണമാണ്, 8 എണ്ണം. കോൺഗ്രസ് അധ്യക്ഷനായ രണ്ടാമത്തെ വിദേശിയാരാണ്? അത് വില്യം വെഡർബൻ ആണ്. വില്യം വെഡർബൻ കോൺഗ്രസ് അധ്യക്ഷനായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആരെന്നൊരു സംശയമൊക്കെ വരും. നിങ്ങൾ ഈ ക്ലാസ് തുടങ്ങുമ്പോൾ ഉള്ള സംശയങ്ങളൊക്കെ ക്ലാസ് തീരുമ്പോൾ നിങ്ങൾക്ക് മാറിക്കിട്ടിയിരിക്കും. അപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബൻ എന്ന് പറയുന്നത്. 1939 കോൺഗ്രസ് സമ്മേളനം നടന്നത് ത്രിപുരിയിൽ വെച്ചാണ്. ത്രിപുരി ഏത് സംസ്ഥാനത്താണ് ഈ സ്ഥലം? ഇത് മധ്യപ്രദേശാണ്. ത്രിപുരി എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. 1939 കോൺഗ്രസ് സമ്മേളനം നടന്നത് ത്രിപുരിയിൽ വെച്ചാണ്. ഈ ത്രിപുരി എന്ന് പറയുന്ന സ്ഥലം മധ്യപ്രദേശിലാണ് ത്രിപുരി. മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ജില്ലകൾ വേർപെടുത്തി ആന്ധ്ര പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി രൂപവൽക്കരിക്കണം എന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചത് 1917 1917 ഇന്ത്യ വിഭജനവും ഇന്ത്യ സ്വാതന്ത്ര്യവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലാണ് ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം രൂപവൽക്കരിക്കണം എന്ന് പറഞ്ഞിട്ട് പോറ്റി ശ്രീരാമുലു
നമ്മുടെ നിരാഹാര സമരം കിടന്ന് മരിക്കുന്നതൊക്കെ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. ഈ പോയിന്റ് കേട്ട് മനസ്സിലാക്കുക. മദ്രാസ് സംസ്ഥാനത്തിലെ തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന ജില്ലകൾ വേർപെടുത്തി ആന്ധ്ര പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി രൂപവൽക്കരിക്കണം എന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചത് 1917 1889 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയെ കുറിച്ചിട്ടാണ്. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? അത് വില്യം ഡിഗ്ബി ആയിരുന്നു. അപ്പോൾ കേൾക്കുക, 1889 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ സെക്രട്ടറി എന്ന് പറയുന്നത് വില്യം ഡിഗ്ബി ആയിരുന്നു. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ വർഷം 1929 ലാഹോർ. ഞാൻ പറഞ്ഞില്ലേ 1929 ലാഹോർ സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് ഈ പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യം അടുത്ത ഒരു ഇതിൽ സ്വാതന്ത്ര്യം ആഘോഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പതാക ഉയർത്തുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിപ്പോൾ തന്നെ നോക്കി മനസ്സിലാക്കുക. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവർ 72 പേരാണ്. ഇതെപ്പോഴും തെറ്റിപ്പോകുന്നതാണ്. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവരും അതേപോലെ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരും തമ്മിൽ തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റായിട്ട് പങ്കെടുത്തു കഴിഞ്ഞാൽ മറ്റത് നമുക്ക് തെറ്റിപ്പോവാറില്ല. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72 ആണ്. ഇത് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. ആദ്യ കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72 ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ലക്നൗ കരാറിൽ ഏർപ്പെട്ടത് 1916 ആണ്. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു വർഷം പ്രധാനപ്പെട്ടത് 1907 1916 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നോക്കുക, അപ്പോൾ 1916 അത് ലക്നൗ കരാർ എന്നാണ് അത് അറിയപ്പെടുന്നത്. 1916 ലക്നൗ കരാർ അത് ആരൊക്കെ തമ്മിലാണ്? കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലാണ് ലക്നൗ കരാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ലക്നൗ കരാറിൽ ഏർപ്പെട്ട വർഷം 1916. അപ്പോൾ 1916 ലക്നൗ കരാർ, 1916 ലക്നൗ കരാർ. ഇങ്ങനെയുള്ള കരാറുകളൊക്കെ വർഷം വെച്ചിട്ടൊക്കെ ചോദിക്കുന്നതാണ് പുതിയ ട്രെൻഡ്. ചേരുംപടി ചേർക്കുക അതൊക്കെ. അപ്പോൾ രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി, അപ്പോൾ നോക്കുക, രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC അല്ലെ. രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്തത് ഷിംല സമ്മേളനത്തിൽ കോൺഗ്രസ് സംഘത്തെ നയിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഷിംല സമ്മേളനത്തിൽ കോൺഗ്രസ് സംഘത്തെ നയിച്ചതാരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഏതു രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? അത് പ്ലേഗ് ആണ് അല്ലെ. പ്ലേഗ് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്. യഥാർത്ഥത്തിൽ ആദ്യത്തെ സമ്മേളനം പ്ലാൻ ചെയ്തിരുന്നത് പൂനെയിലായിരുന്നു അല്ലെ. അവിടുന്ന് സമ്മേളനം മുംബൈയിലേക്ക് മാറ്റി. കാരണം പൂനെയിൽ അല്ലെ നമ്മുടെ പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ടു, പ്ലേഗ് അങ്ങനെ പടർന്നു പിടിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്തു? ആദ്യത്തെ സമ്മേളനം പൂനെയിൽ നിന്നും മുംബൈയിലേക്ക് മാറ്റി. അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആരാണ്? അത് എ.ഒ. ഹ്യൂമാണ്. ഇത് നമുക്ക് അറിയാവുന്ന ബേസിക് ഫാക്റ്റ് ആണ്. സ്ഥാപിച്ചത് എ.ഒ. ഹ്യൂമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തിയാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ വധിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം, അങ്ങനെ തുടർച്ചയായി, ഇത് വാക്കിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്, തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ആരാണ്? കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന്റെ വേദി എവിടെയായിരുന്നു? അത് മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ്, സംസ്കൃത കോളേജാണ്. എവിടെയായിരുന്നു? മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ആയിരുന്നു ആദ്യത്തെ സമ്മേളന വേദി എന്നറിയപ്പെടുന്നത്. അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, റെയർ ആയിട്ടുള്ള പോയിന്റുകൾ ഇതിനകത്തുണ്ട്. അടുത്ത ഒരു പോയിന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനമാണ്
ദർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് JVP കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്? അത് ജയ്പൂരിൽ 1921 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജയ്പൂരിൽ 1921 വെച്ച് നടന്ന സമ്മേളനമാണ് ദർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് JVP കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. 1921 ജയ്പൂർ സെഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ജയ്പൂർ സെഷനിൽ വെച്ചിട്ടാണ് ദർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കുന്നതിന് JVP കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചത്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ പാഴ്സി മതസ്ഥൻ ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ പാഴ്സി മതസ്ഥനാണ് ദാദാഭായ് നവറോജി. അപ്പോൾ നമ്മുടെ ദാദാഭായ് നവറോജി എന്ന് പറയുന്നത് ഒരു പാഴ്സി വംശജനാണ് എന്നറിഞ്ഞിരിക്കുക. അപ്പോൾ അടുത്തൊരു പോയിന്റ്, 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച നന്ദലാൽ ബോസിന്റെ ചിത്രം ആണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. നല്ലൊരു പോയിന്റാണ്. 1938 ഹരിപുര സമ്മേളനവും 1939 ത്രിപുരി സമ്മേളനവും ഇമ്പോർട്ടൻ്റ് ആണ്. ത്രിപുരി എവിടെയാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു, മധ്യപ്രദേശ് അല്ലേ. അതേപോലെ പറയുകയാണ് 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. അപ്പോൾ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ഒരു ചിത്രത്തിൽ വരച്ച ആ ചിത്രത്തിന്റെ സൃഷ്ടാവാരാണ്? നന്ദലാൽ ബോസ്. 1938 എവിടെയാണ് കോൺഗ്രസ് സമ്മേളനം നടന്നത്? ഹരിപുരയിൽ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് 1920 അപ്പോൾ എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം അല്ലേ. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രമേയം പാസാക്കിയ വർഷം പ്രമേയം പാസാക്കിയത് 1920 ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്? ലോക സേവാ സംഘമായി മാറണമെന്നാണ് നിർദ്ദേശിച്ചത്. ലക്ഷ്യം നിറവേറിയതിനാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് എന്തായി മാറണമെന്നാണ് ഗാന്ധിജി നിർദ്ദേശിച്ചത്? ലോക സേവാ സംഘമായി മാറണമെന്ന് നിർദ്ദേശിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സെഷൻ അത് 1901 കൊൽക്കത്ത സമ്മേളനമാണ്. 1901 കൊൽക്കത്ത സമ്മേളനം ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു അല്ലെ. ഗാന്ധിജി പങ്കെടുത്ത സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ വർഷവും സ്ഥലവും മാത്രമേ ചോദിക്കാറുള്ളൂ അല്ലേ. അപ്പോൾ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം 1901 കൊൽക്കത്ത സമ്മേളനമാണ്. 1901 കൊൽക്കത്ത സമ്മേളനം. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഹരിപുര 1938. നമ്മൾ ഹരിപുരയെക്കുറിച്ച് ഇപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞേ ഉള്ളൂ അല്ലെ. എന്താണ് ഹരിപുര? 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. നമ്മളിന്ന് പഠിച്ചു അല്ലേ. ഹരിപുര സമ്മേളനം ഇപ്പം നമ്മൾ പഠിക്കുകയാണ്. ഹരിപുര അല്ലെ. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ഹരിപുര സമ്മേളനം 1938. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് ഡെഫറിൻ പ്രഭു ആണ്. ഇങ്ങനെയുള്ള കുറെ വിശേഷണങ്ങളുണ്ട്. അത് വേണമെങ്കിൽ തന്നിട്ട് അത് ആര് പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് ശരിയായ ജോഡി എഴുതുക എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ ചേരുംപിടി ചേർക്കുക എന്ന് പറഞ്ഞോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് ഡെഫറിൻ പ്രഭു ആണ്. ഇത് തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ സബ്ജക്റ്റിലും ഇതേപോലെ ഭരണഘടനയെക്കുറിച്ചും മൗലികാവകാശങ്ങളെക്കുറിച്ചും ആമുഖത്തെക്കുറിച്ചും ഒക്കെ പലരും പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ ചേരുംപിടി ചേർക്കാനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ശരിയായ ജോഡി ഏതെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസ്താവന ചോദ്യങ്ങളുടെ അതൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇതേ പാറ്റേൺ ഒരിക്കലും നമ്മൾ ഇത് തന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പക്ഷേ ഇതേ പാറ്റേൺ നമ്മൾ നോക്കി വെക്കണം. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ 16 ടൈപ്പ് നമ്മൾ പ്രസ്താവന ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞതാണ്. അപ്പോൾ 16 ടൈപ്പ് പ്രസ്താവന ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യം എന്ന് പറയുന്നത് ആ 16 അതായത് ഒരു 20 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 16 100 260 പോയിന്റ് എന്നുള്ളതല്ല അവിടെ വിഷയമാകുന്നത്. ശരിക്കും ആ 16
ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തപ്പോൾ ഏകദേശം ഒരു പല സബ്ജക്റ്റിൻ്റെതായിട്ട് ഒരു 6-7 സബ്ജക്റ്റിൻ്റെതായിട്ട് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ സബ്ജക്റ്റിൽ നിന്നും ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാമെന്നൊരു ഐഡിയ നിങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ടാവും. ആ ഐഡിയ വെച്ചിട്ട് നിങ്ങളുടെ പഠനം ചിട്ടപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ഒരു 16 സെറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം പ്രസ്താവന ചോദ്യങ്ങൾ പഠിക്കുക എന്നല്ല. അതിനകത്ത് നിന്ന് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ആ മാതൃക കണ്ടിട്ടാണ് പഠിക്കേണ്ടത്. ഞാൻ ആ ക്വസ്റ്റ്യൻസ് അത്രയും വർക്കൗട്ട് ചെയ്യിച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മുടെ ഈ ഓരോ ആമുഖത്തെ വിശേഷിപ്പിക്കുന്നത്, INCയെ വിശേഷിപ്പിക്കുന്നത്, അതൊക്കെ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതും ചേരുംപടി ചേർക്കാനൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിൻ്റെ സൂചനയാണ് ഇവർ തരുന്നത്. അപ്പോൾ നോക്കുക, കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം അത് നോക്കുക. കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ ഏതിനെയാണ് വിശേഷിപ്പിക്കുന്നത്? സൂറത്ത് പിളർപ്പ്. കാരണം ഇപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇന്ന സമരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, INCയുടെ സമ്മേളനങ്ങൾ അല്ലേ. ആ സമ്മേളനങ്ങളിൽ തന്നെയാണ് ഈ കടന്ന് കറങ്ങുന്നത് ഈ പോയിന്റുകളൊക്കെ. നോക്കുക, സൂറത്ത് പിളർപ്പ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇന്ന് തന്നെ INCയുടെ സമ്മേളനങ്ങൾ, INCയെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് വയ്ക്കുക. INCയിൽ ഞാൻ ഈ പറഞ്ഞ സമ്മേളനങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അന്ന് നടന്ന കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ചോദ്യങ്ങളെ കിട്ടൂ. ഇന്ന് ഇവിടെ എടുക്കുന്ന ക്ലാസ്സുകളിൽ പറയുന്ന ആ ടോപ്പിക്കുകളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരൂ, INCയിൽ നിന്നും. അപ്പോൾ നോക്കുക, കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം അല്ലെ, അതുകൊണ്ട് കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ ഏതിനെയാണ് വിശേഷിപ്പിച്ചത്? സൂറത്ത് പിളർപ്പ്. മൗലാന അബ്ദുൽ കലാം ആസാദ് തുടർച്ചയായി എത്ര വർഷം കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു? 6 വർഷം. നമ്മൾ പഠിച്ചു അല്ലെ, കുറച്ച് മുമ്പ് പഠിച്ചു. എന്താ, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി എന്ന് പറഞ്ഞ് നമ്മൾ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പഠിച്ചിരുന്നു അല്ലെ. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം എന്ന് പറയുമ്പോൾ അത് 6 വർഷമാണ് അല്ലേ. മൗലാന അബ്ദുൽ കലാം ആസാദ് തുടർച്ചയായി, ആ വാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, തുടർച്ചയായി 6 വർഷം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ട വർഷം 1896. ഇമ്പോർട്ടൻ്റ് ആണ് 1896 ഈ ഒരു സംഭവം കൊണ്ട് തന്നെ. അതേപോലെ 1911 ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 1938 കോൺഗ്രസ് സമ്മേളനം നടന്നത് ഹരിപുരയിലാണ്. ഏത് സംസ്ഥാനത്താണ് ഹരിപുര? അത് ഗുജറാത്തിലാണ്. നമ്മൾ ത്രിപുരി പഠിച്ചു. ത്രിപുരി എവിടെയാണ്? ത്രിപുരി മധ്യപ്രദേശിലെന്ന് പഠിച്ചു അല്ലേ. ഇവിടെ ഹരിപുര പറയുകയാണ്, അത് ഗുജറാത്തിലാണ് അല്ലേ. ഹരിപുര എവിടെയാണ്? ഗുജറാത്തിൽ. അപ്പോൾ 1938 ഹരിപുര, 39 ത്രിപുരി, അങ്ങനെയാണ്. അപ്പോൾ ഹരിപുര ത്രിപുരി രണ്ടിലും രാ എന്ന് പറയുന്ന അക്ഷരങ്ങൾ ഉള്ളതുകൊണ്ട് എളുപ്പമാണ്. ഹരിപുര ത്രിപുരി കണ്ട. അപ്പം 38 ഹരിപുര ത്രിപുരി, 38 ഹരിപുര ത്രിപുരി അല്ലേ. ഹരിപുര ഗുജറാത്ത്, ത്രിപുരി മധ്യപ്രദേശ്. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തുടർച്ചയായി 6 വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത് അബ്ദുൽ കലാം ആസാദ് അല്ലെ. മറിച്ചും തിരിച്ചും ഒക്കെ ചോദിക്കുകയാണ്. മറിച്ചും തിരിച്ചും ചോദിച്ചാലും അല്ലെ, ഓഗസ്റ്റ് 3 പാറേപ്പള്ളിയിൽ ധ്യാനം കൂടാൻ പോയി എന്ന് പറഞ്ഞ പോലെ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ ഇനി ഞങ്ങൾക്കറിയാം, ഞങ്ങളോട് കളിക്കണ്ട അല്ലെ. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1959. ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റായ വർഷം ഏതാണ്? അത് 1959. 1959. ഇന്ത്യ കണ്ട കരുത്തുറ്റ വനിതയാണ് ഈ നിങ്ങളീ കാണുന്നത് അല്ലേ. അപ്പോൾ അടുത്ത ഒരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം എന്തിനെ സംബന്ധിക്കുന്നതായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിലെ പ്രമേയം എന്തിനെ സംബന്ധിക്കുന്നതായിരുന്നു? അത് ഭാരതത്തിന് വേണ്ടി ഒരു റോയൽ കമ്മീഷനെ നിയോഗിക്കണം എന്നുള്ളതായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപം കൊണ്ടത് 1889. ഇതൊന്ന് നോട്ട് ചെയ്തോളുക കേട്ടോ. ഈ ബ്രിട്ടീഷ് കമ്മിറ്റിയെ കുറിച്ച് അങ്ങനെ അധികം ആർക്കും അറിയില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഈ ഒരു പോയിന്റ് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ബ്രിട്ടീഷ് കമ്മിറ്റി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു ബ്രിട്ടീഷ് കമ്മിറ്റി ഉണ്ടെന്ന് അറിയുന്നത് തന്നെ ചിലരൊക്കെ ഇപ്പോഴായിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ്
കമ്മിറ്റി രൂപം കൊണ്ടത് 1889 കോൺഗ്രസിന്റെ പേരിനോട് നാഷണൽ എന്നുകൂടി ചേർക്കപ്പെട്ടത് 1891 ഇത് നാഗ്പൂർ സമ്മേളനത്തിലാണ് ഇങ്ങനെ ചേർക്കുന്നത്. നാഗ്പൂർ സമ്മേളനം കോൺഗ്രസിന്റെ പേരിനോട് നാഷണൽ എന്നുകൂടി ചേർക്കപ്പെട്ട വർഷം 1891 അത് നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ഇതൊക്കെ റെയർ ആയിട്ടുള്ള പോയിന്റ് ആണ്. അങ്ങനെ നമ്മുടെ റാങ്ക് ഫയലിൽ ഇല്ല, അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്തോളാം. കാരണം പ്രസ്താവനകളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള റെയർ പോയിന്റ് ആയിരിക്കും കയറ്റി വിടുക. അപ്പം നമ്മൾ വായും വിളിച്ചിരിക്കരുത് അല്ലേ. ആ കോൺഗ്രസിന്റെ പേരിനോട് നാഷണൽ എന്നുകൂടി ചേർക്കപ്പെട്ടത് 1891 നാഗ്പൂർ സമ്മേളനത്തിലാണ്. ഏത് ജനകീയ സമരത്തിന് മുന്നോടിയായിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സർക്കാർ പ്രധാന കോൺഗ്രസ് നേതാക്കളെ മുൻകരുതൽ എന്നോണം തടവിലാക്കിയത്? അത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് അല്ലേ. അപ്പോൾ ഏത് ജനകീയ സമരത്തിന് മുന്നോടിയായിട്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സർക്കാർ പ്രധാന കോൺഗ്രസ് നേതാക്കളെ മുൻകരുതൽ എന്നോണം തടവിലാക്കിയത്? ക്വിറ്റ് ഇന്ത്യ സമരം. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഇത് 1938 നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അഥവാ ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റുവിനെ. 1938 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടിപ്പിച്ച നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അഥവാ ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനായി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ജവഹർലാൽ നെഹ്റുവിനെ. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യ കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ സമ്മേളനമാണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചു. ദൈപ്പ് പറയുന്നു അത് 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നെഹ്റു ആണെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ 2 പോയിന്റ് കിട്ടി. പിന്നെ 1929 ആ സമ്മേളനം നടക്കുന്നത് ലാഹോറിലാണെന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. 1929 പോയിന്റുകൾ വെച്ച് തന്നെ ഒരു പ്രസ്താവന നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് WC ബാനർജി രണ്ടാം ഊഴത്തിലെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? 1892. അപ്പോൾ WC ബാനർജി അല്ലെ, രണ്ടാം ഊഴം അല്ലെ, രണ്ടാമത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് WC ബാനർജി രണ്ടാമത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? അത് 1892 അലഹബാദ് സമ്മേളനത്തിലാണ്. കോൺഗ്രസിന്റെ അലഹബാദ് സെഷനിൽ. 1889 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? അത് വില്യം വെഡർബൻ ആണ്. 1889 ആരംഭിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? വില്യം വെഡർബൻ. കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിന് വേദിയായ ഏക ഗ്രാമമായ ഇത് 1937 ഫെയ്സ്പൂർ ഏത് സംസ്ഥാനത്താണ്? ഫെയ്സ്പൂർ മഹാരാഷ്ട്രയിലാണ്. അതായത് കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ മിക്കവാറും നഗരപ്രദേശങ്ങളിലാണ്. അതിൽ നിന്ന് വ്യത്യാസമായ 1937 ഒരു ഗ്രാമപ്രദേശത്ത് നടത്തുകയുണ്ടായിട്ടുണ്ട്. അതാണ് ഫെയ്സ്പൂർ എന്ന് പറയുന്ന ഗ്രാമം. ഈ ഫെയ്സ്പൂർ എന്ന് പറയുന്ന ഗ്രാമം മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്തിമമായ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് സമ്മേളനം പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതായത് 1929 സമ്മേളനത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. അപ്പോൾ നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ് ആരാണ്? അദ്ദേഹം തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദ്. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്, 6 വർഷം. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ആണ്. ഇവിടെ തവണയല്ല, പല പ്രാവശ്യങ്ങളായിട്ട്, തുടർച്ചയായിട്ടല്ല, പല പ്രാവശ്യങ്ങളിലായിട്ട്, പല തവണയാണ് ഇദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ഏത് ജനകീയ സമരകാലത്താണ് രഹസ്യമായി ഉഷ മേത്ത? ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. ഏതോ ഒരു പരീക്ഷയ്ക്ക് ഇത് കണ്ടിരുന്നു. അന്ന് ഇത് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആരും എഴുതിയിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. ഏത് ജനകീയ സമരകാലത്താണ് രഹസ്യമായി ഉഷ മേത്തയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് റേഡിയോ എന്ന സംവിധാനം പ്രവർത്തിച്ചത്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്താണ്. ഇത് റാങ്ക് ഫയലിലുണ്ടോ എന്ന് സംശയമാണ്. ഏത് ജനകീയ സമരകാലത്താണ് രഹസ്യമായി ഉഷ മേത്തയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് റേഡിയോ എന്ന സംവിധാനം പ്രവർത്തിച്ചത്? കോൺഗ്രസ് റേഡിയോ, ഉഷ മേത്ത, ക്വിറ്റ് ഇന്ത്യ സമരം, ഈ 3 കാര്യങ്ങൾ കണക്ട് ചെയ്യണം അല്ലെ. ഉഷ മേത്ത, കോൺഗ്രസ് റേഡിയോ, ക്വിറ്റ് ഇന്ത്യ സമരം.
ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1933 കോൺഗ്രസ് പ്രസിഡന്റായ വനിതയാണ് നെല്ലീസൺ ഗുപ്ത. 1917 ആദ്യമായിട്ടൊരു വനിത INCയുടെ പ്രസിഡന്റ് ആവുന്നുണ്ട്. 1917 ആനി ബസന്റ്. 1925 ആദ്യമായിട്ടൊരു ഇന്ത്യൻ വനിത വരുന്നുണ്ട്, സരോജിനി നായിഡു. ഇപ്പോൾ 1933 കോൺഗ്രസ് പ്രസിഡന്റായ വനിതയാണ് നെല്ലീസൺ ഗുപ്ത. അപ്പോൾ ഞാനീ പറയുന്ന വർഷങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നോട്ട് ചെയ്താൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ് പറയുന്നത്. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം മുംബൈയാണ്. നല്ലൊരു പോയിന്റാണ് കേട്ടോ, ചോദിക്കാൻ പറ്റുന്നൊരു. ഇപ്പം ഞാനാണ് ക്വസ്റ്റ്യൻ ഇടുന്നതെങ്കിൽ ഞാനിത് ചോദിക്കും. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ AIUC എന്ന് പറയില്ല, അഖിലേന്ത്യാ AITUC അഖിലേന്ത്യാ ട്രേഡ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം മുംബൈയാണ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് JB കൃപലാനിയാണ്. ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് യൂൾ ആയിരുന്നു. ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വിദേശി എന്ന് ചോദിച്ചാൽ ആരാണ്? ജോർജ് യു. ഇന്ത്യക്കാരനല്ലെന്ന് പറയുമ്പോൾ വിദേശിയാണല്ലോ. ആദ്യത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് യൂൾ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. 20-ാം നൂറ്റാണ്ടിൽ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വിദേശിയാണ് സർ ഹെൻറി കോട്ടൺ എന്ന് പറയുന്നത്. 1904. ഇവിടെ എന്താണ്? 20-ാം നൂറ്റാണ്ടിലാണ്. 20-ാം നൂറ്റാണ്ടിൽ, അതായത് 1900 ശേഷം അല്ലെ, 20-ാം നൂറ്റാണ്ടിൽ കോൺഗ്രസ് അധ്യക്ഷനായ ആദ്യ വിദേശിയാണ് സർ ഹെൻറി കോട്ടൺ എന്ന് പറയുന്നത്. ഏത് കോൺഗ്രസ് സമ്മേളനമാണ് നേതൃത്വം യുവതലമുറയ്ക്ക് കൈമാറിയത്? ലാഹോർ സെഷനാണ്. ഏത് കോൺഗ്രസ് സമ്മേളനമാണ് നേതൃത്വം യുവനിരയ്ക്ക് കൈമാറിയത്? അത് ലാഹോർ സെഷനാണ്. ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ എവിടെയാണ് പ്രവർത്തിച്ചത്? മുംബൈയിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ പ്രവർത്തിച്ചിരുന്നത് മുംബൈയിലാണ്. അടുത്തൊരു ചോദ്യം. സർ C ശങ്കരൻ നായർ അധ്യക്ഷത വഹിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ്? അതാണ് ചോദ്യം. സർ C ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷത വഹിച്ചത് എത്രാമത്തെ വാർഷിക സമ്മേളനത്തിലാണ്? അത് 13ാമത്തെ വാർഷിക സമ്മേളനത്തിലാണ് സർ C ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷത വഹിച്ചത്. നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ക്ലാസ്സുകളുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. അപ്പോൾ നിങ്ങൾ ടെലഗ്രാമിലേക്ക് വന്ന പരീക്ഷകൾ കൂടി അറ്റൻഡ് ചെയ്യുക, റിവിഷൻ നടത്തുക. അപ്പോൾ അടുത്തൊരു പോയിന്റ് നോക്കുക. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ, അതായത് 1938 നമ്മൾ പഠിച്ചു ഹരിപുര സമ്മേളനം അല്ലെ, രൂപവത്കരിച്ച ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ 1938 രൂപവത്കരിച്ച ദേശീയ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിയ രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലീസൺ ഗുപ്ത. 1933. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തെത്തിയ രണ്ടാമത്തെ വിദേശ വനിത ഞാൻ പറഞ്ഞു 1917 ആനി ബസന്റ്. അതിനുശേഷം ഒരു വിദേശ വനിത വരുന്നത് 1933. എന്നാൽ ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു അധ്യക്ഷ വരുന്നത് സരോജിനി നായിഡു 1925. അപ്പോൾ അത് നിങ്ങൾ INCയുടെ അത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ പരിപാടിയായി അംഗീകരിച്ച സമ്മേളനം കാക്കിനാഡ സമ്മേളനമാണ്. കാക്കിനാഡ സെഷനിലാണ് ഐത്തോച്ചാടനം. ഇതിനെ തുടർന്നൊക്കെയാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹമൊക്കെ തുടങ്ങുന്നത്. കാക്കിനാഡ സെഷന് ശേഷമാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം പഠിക്കുമ്പോൾ നമ്മളിത് ഈ പോയിന്റ് പഠിക്കുന്നുണ്ട്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ 20 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം പ്രസിഡന്റായ നേതാവ് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ 20 വർഷത്തിനുള്ളിൽ 3 പ്രാവശ്യം പ്രസിഡന്റായ നേതാവ് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്നത് 1907. ഞാൻ പറഞ്ഞു സൂററ്റ് സ്പ്ലിറ്റ് അല്ലെ, സൂററ്റിലെ സമ്മേളനത്തിൽ. സൂററ്റ് സ്പ്ലിറ്റ് എന്നാണ് 1907 ആ ഒരു സ്പ്ലിറ്റായ സമ്മേളനം അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആദ്യമായി പിളർന്ന വർഷമാണ് 1907, സൂററ്റ് സ്പ്ലിറ്റ്. പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ് 1920 നാഗ്പൂർ സമ്മേളനം. പ്രവിശ്യ കോൺഗ്രസ് കമ്മിറ്റികൾ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. 1920 നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ച പ്രത്യേക കോൺഗ്രസ് സമ്മേളനം കൽക്കട്ടയിലാണ്.
കേട്ടോ. ഇത് പ്രത്യേക സമ്മേളനമാണ്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ച സ്പെഷ്യൽ സെഷൻ എന്ന് പറയും. പ്രത്യേക കോൺഗ്രസ് സമ്മേളനം കൽക്കട്ടയിലായിരുന്നു. ഇത് നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് WC ബാനർജിയാണ് 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി AO ഹ്യൂം ആണ്. AO ഹ്യൂം. ഇത് ബേസിക് ഫാക്റ്റ് ആണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് ചെന്നൈ ആണ്. 1887. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരമാണ് ചെന്നൈ. 1887. ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബർമ ആൻഡ് സിലോൺ എന്ന പുസ്തകം രചിച്ചത് AO ഹ്യൂം ആണ്. അപ്പോൾ പുസ്തകങ്ങളുടെ പേരെന്താണ്? ഗെയിം ബേർഡ്സ് ഓഫ് ഇന്ത്യ, ബർമ ആൻഡ് സിലോൺ എന്ന പുസ്തകങ്ങൾ രചിച്ചത് AO ഹ്യൂം ആണ്. AO ഹ്യൂമിൻ്റെ പുസ്തകങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. AO ഹ്യൂം ആണ് അല്ലേ. അപ്പോൾ അടുത്തത് കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി ആരെന്നാണ്? കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശി വില്യം വെഡർബൻ ആണ്. 1889 1910 ഇദ്ദേഹം അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റായ രണ്ടാമത്തെ വിദേശിയാണ് വില്യം വെഡർബൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് ആണ് 1917. ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആനി ബെസന്റ് 1917. ക്രൂരമായ തെറ്റ് എന്ന ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതെങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു പോയിന്റാണ്. ക്രൂരമായ തെറ്റ് എന്ന് ബംഗാൾ വിഭജനത്തെ വിശേഷിപ്പിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത് അല്ലെ. ഗോപാലകൃഷ്ണ ഗോഖലെ. പട്ടാഭി സീതാരാമയ്യ രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് രാജേന്ദ്ര പ്രസാദ് ആണ്. പട്ടാഭി സീതാരാമയ്യ രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്ന പുസ്തകത്തിന് അവതാരിക എഴുതിയത് രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ഹക്കീം അജ്മൽ ഖാൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ഹക്കീം അജ്മൽ ഖാൻ. അപ്പോൾ ഇത്രയുമാണ് ഈ പുസ്തകത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത്. ഇനിയും LP UPയുമായി ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് പഠിക്കാനുള്ളതും LP UPയുമായി ബന്ധപ്പെട്ടതായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈക്കും ഷെയറുമാണ് ഈ ചാനലിൻ്റെ നിലനിൽപ്പ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്